ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ രാജ്യത്ത് കടുത്ത ആക്രമണം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. വർഗീയതയുടെ സംരക്ഷകരായി സർക്കാർ നിൽക്കുന്നു. ദശാബ്ദങ്ങളായി ജീവിക്കുന്നവരോട് നിങ്ങൾ രാജ്യത്തിന്റെ ഭാഗമല്ലെന്ന സമീപനം സ്വീകരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്ക് മതനിരപേക്ഷതയല്ല ആവശ്യമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മതനിരപേക്ഷത വലിയ തോതിൽ രാജ്യം പൊതുവിൽ അംഗീകരിച്ച കാര്യമാണ്. പക്ഷേ നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്ക് മതനിരപേക്ഷതയല്ല ആവശ്യം. മതാധിഷ്ഠിത രാഷ്ട്രമാക്കി രാജ്യത്തെ മാറ്റുക എന്നതാണ് അവർ ചിന്തിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഏത് സാഹചര്യത്തിൽ ഏത് വേദിയിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം? CITU ചുമട്ടുതൊഴിലാളി വിഭാഗത്തിന്റെ പൊതുസമ്മേളനത്തിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടുത്ത ആക്രമണമാണ് രാജ്യത്ത് നടക്കുന്നത്. ഇത് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതും. വർഗീയതയുടെ സംരക്ഷകരായി കേന്ദ്ര സർക്കാർ നിൽക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗത്തെ അരക്ഷിതത്വത്തിലേക്ക് തള്ളിവിടുകയാണ് കേന്ദ്ര സർക്കാർ. ദശാബ്ദങ്ങളായി ജീവിക്കുന്നവരോട് നിങ്ങൾ രാജ്യത്തിന്റെ ഭാഗമല്ല എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്ക് മതനിരപേക്ഷതയല്ല ആവശ്യമെന്നും ഇവിടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൂടാ, രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിന് ചിലരെ ആൾക്കാർ തല്ലിക്കൊല്ലുന്നു. എന്തിനാണ് ഇത്? യഥാർത്ഥ പ്രശ്നങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ അതിനാണ് വർഗീയ വിദ്വേഷം ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ രൂക്ഷമായി വിമർശിച്ചു. ഗോകുൽ, ശരി, കേന്ദ്ര സർക്കാരിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.